പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് കുടുംബസമേതം വന്നിരിക്കുകയാണ്. ഒരു ചാലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോ ഇത് എന്റെ മകളാണ്, എന്റെ മകൾ സഫ ഫാത്തിമ. അപ്പോ ഇതെന്റെ മകൻ സൽമാനാണ്. അപ്പോ 10ാം ക്ലാസ്സിൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മള് കുറെ ഫുഡ് ഐറ്റം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതില് ഒരു 7 ഐറ്റംസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരു 3 റൗണ്ടാണ് നമ്മൾ ചലഞ്ചിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഇവിടെ ഈ ബോട്ടിൽ ഫില്ലിംഗ് ചലഞ്ചാണ്. അപ്പൊ ഈ കുറച്ച് വെള്ളം നമ്മൾ ഈ ബോട്ടിലിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഇടുമ്പം നേരെ വീഴണം. ഇത് എനിക്ക് പിഴച്ചു പോയി ഗൈസ്. അപ്പോ ഇത് നേരെ വീഴണം. അപ്പോ ഇത് അങ്ങനെ വീഴുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നമ്മളിവിടെ ഒരു ബക്കറ്റില് നമ്മൾ കുറച്ച് തുണ്ടൊക്കെ ചീട്ടെഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇതിൽ ഓരോന്നും ഈ ഓരോ ഫുഡ് ഐറ്റംസിന്റെ പേരാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഒരു ഐറ്റം എടുക്കും. ഇതിലേതാണോ കിട്ടുന്നത് അത് അവർ കഴിക്കണം. അപ്പൊ അതാണ് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ റൗണ്ടിലോട്ട് പോയാലോ? ഓക്കെ. അപ്പോ നമ്മള് ഇത് കുഞ്ഞുങ്ങൾ ഫസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ ആദ്യം നമ്മള് ഒരു അവസരം കുഞ്ഞുങ്ങള്, അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് നമ്മൾ പോവാം. അപ്പോ ആദ്യത്തെ ഒരു അവസരം കുഞ്ഞുമോക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ നമ്മള് നമ്മുടെ ചലഞ്ച് ഇവിടെ ആരംഭിക്കുകയാണ് ഗൈസ്. സ്റ്റാർട്ട്. ഓക്കേ. വീട്ടെ അടുത്ത ഒരു ഓക്കെ ഗൈസ്. ഇനി എന്റെ ഒരു ഊഴമാസ് ഗൈസ്. അയ്യോ പോയി. അപ്പൊ ഗൈസ് നമ്മുടെ കളികൾ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി അടുത്ത് ഞാൻ പോയി ആർക്കും വീഴുന്നില്ല. ആരാണ് ഭാഗ്യവാൻ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോ ആദ്യം വീഴുന്ന ഭാഗ്യവാന് ആദ്യം എന്താണ് ലഭിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ എറിഞ്ഞ് പഠിച്ചാൽ മതി കേട്ടോ. അതെ, ഇത് ഫുഡ് കഴിക്കാൻ മാത്രമല്ല ഗൈസ്, ഇതില് നമുക്ക് പണി കൂടി തന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ ഓരോരോ പണികളും കൂടി ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇതപ്പോ ആർക്കും വീഴുന്നില്ലല്ലോ. ഇതെന്ത് പറ്റി? ഓക്കെ ഗൈസ്. അപ്പോ നമ്മുടെ ചലഞ്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ആർക്കും വീഴുന്ന ലക്ഷണമില്ല. ആദ്യമായിട്ട് ജയിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് ജയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇതിലൊന്നും ജയിക്കാൻ പോരാ. നമ്മളിവിടെ ബക്കറ്റില് നമ്മള് ചീട്ടെഴുതിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. കണ്ണടച്ചുകൊണ്ട് എടുക്കൂ. എന്താണ് വായിച്ചു നോക്കൂ. അമ്മടോ പഴംപൊരിയാണ് ഗൈസ്. ഇതാ ഇവിടെ നമ്മള് പഴംപൊരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പഴംപൊരി തിന്നാൻ പോവുകയാണ് ഗൈസ്. അപ്പോ പഴംപൊരി. അപ്പൊ അടുത്താളിട്ടോ അടുത്താള് അത് തിന്നുന്ന പുറകെ നമുക്ക് അടുത്ത ഇത് ഇട്ടോ പോയി. അപ്പൊ നമ്മള് അടുത്ത ആളിന് അടുത്ത ഇത് കൊടുക്കുകയാണ്. അടുത്ത ചീട്ട് ഇതിലൊന്ന് എടുക്കാം. എന്താണെന്ന് ഒന്ന് നോക്കാം. തണ്ണിമത്തൻ നമുക്ക് തണ്ണിമത്തൻ വളരെ ഇഷ്ടമാണ്. അപ്പൊ തണ്ണിമത്തൻ കൊടുക്കുകയാണ്. കഴിച്ചോളൂ. അപ്പൊ ഇനി അടുത്ത് ഇടാണ്. അപ്പൊ എനിക്ക് പിഴച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. വീഴുന്നില്ല. ഇല്ല ഗൈസ്, എന്നെ കൊണ്ടേ ഇത് പോവുകയുള്ളൂ. ഇത് വീഴുന്ന ഒരു ലക്ഷണമില്ല ഗൈസ്. ഞാൻ കുറച്ച് തുന്നാൻ പാടുകയാണ് എന്ന് തോന്നുന്നു. അപ്പോ അടുത്ത ആള് വന്നിട്ടുണ്ട്. ഓക്കെ. പോയി. എനിക്ക് മാത്രം വീഴാതിരിക്കാൻ എന്തോ ട്രിക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. അതാണ് എനിക്ക് വീഴാത്തത്.
അപ്പോ അടുത്ത ചീട്ടെടുക്കാൻ അടുത്ത ആള് വന്നിരിക്കുന്നു. എന്താണ് ഇവിടെ തിന്നാൻ കിട്ടുന്നത് എന്ന് ഇപ്പൊ നമ്മള് ഇവിടെ നോക്കുകയാണ്. അവരവർക്ക് അവരവർ എടുക്കട്ടെ. എനിക്ക് ഇനി എപ്പോഴാണോ എന്തോ എടുക്കാം. ഈന്തപ്പഴമാണ് ഗൈസ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നല്ല നല്ല ഐറ്റങ്ങളെല്ലാം പോവുകയാണ് ഗൈസ്. അപ്പോ ഈന്തപ്പഴം കിട്ടിയിരിക്കുകയാണ്. അപ്പോ അതെന്തെങ്കിലും എടുത്തേക്കും. ഞാനിത് പഠിച്ചിട്ട് വരേണ്ടതായിരുന്നു ഗൈസ്. ഒരു ആവേശത്തിൽ എടുത്ത് ചാടിയാണല്ലോ. എന്റെ അവസരം നഷ്ടമായി. എന്താണ് സാധനം ഒന്നും അറിയാൻ വയ്യ ഗൈസ്. ഗൈസ്, അപ്പോ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ കുറച്ച് ബലൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ബലൂണാണ്. അപ്പൊ ഈ ബലൂണ് പെരുക്കി പൊട്ടിക്കണം. അതാണ് നമ്മുടെ ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ബലൂൺ ആരാണോ പൊട്ടിക്കുന്നത് അവരാണ് ഈ റൗണ്ടിലെ വിന്നർ എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ഒരു ഇത്ര സമയത്തിനുള്ളിൽ ആദ്യം എത്ര ബലൂൺ പൊട്ടിക്കുമോ അത്രയും എത്ര ബലൂൺ പൊട്ടിച്ചോ അത് ഏറ്റവും കൂടുതൽ ആർക്കാണോ അയാളാണ് ഫസ്റ്റ്. ഇനി അതിൽ രണ്ടാമത്തെ സ്ഥാനം അതിൽ കുറച്ചുള്ള ആളിന്, ഏറ്റവും ലാസ്റ്റ് ഉള്ള ആളിന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവിടെ ആ ഒരു ചീട്ട് ഉണ്ട്, ആ ചീട്ടിടും. എന്നിട്ട് അതിൽ നിന്ന് ഞറക്കെടുത്തിട്ടായിരിക്കും വിജയിക്ക് സമ്മാനം ഏതാണെന്ന് നിശ്ചയിക്കുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് ചലഞ്ചിലോട്ട് പോകാം. റെഡിയാണോ? റെഡി. അപ്പോ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതൊന്നും നടക്കൂല. അയ്യോ, ഇത് രണ്ട് പൊട്ടിയാണ്. ഇവിടെ ഒന്നും പൊട്ടിയില്ല. രണ്ട് പൊട്ടിയാണ്. ഇവിടെ ഒന്നും പൊട്ടിയില്ല. ഇത് നടക്കൂല. ഈ ബലൂൺ എന്ത് വലുതായിരുന്നു, ഇത് പൊട്ടുന്നതേ ഇല്ല. അമ്മമ്മോ, സഭയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. സെക്കൻഡ് എനിക്ക് കിട്ടും. Come on, Balu, come on. ഞാൻ തന്നെ റെക്കോർഡ്
ഓ, അയ്യോ അയ്യോ ഞാൻ തളർന്നു പോയേ. ഇത് കാറ്റ് വിടാനല്ല പറഞ്ഞത്, ഇത് പെരുക്കാനാണ് പറഞ്ഞത്. പൊട്ടിക്കാൻ ഞാൻ പൊട്ടിക്കാം. എനിക്ക് വയ്യ, പൊട്ടാതിരിക്കട്ടെ. അപ്പൊ ചെവിയിൽ പൊട്ടിക്കല് പറ്റൂല എന്ന് വെച്ച് നമ്മൾ വിട്ടുകൊടുക്കുന്ന ലക്ഷണം ഇല്ല. എനിക്ക് വയ്യ. ഇനി 2 എണ്ണം കൂടെ. ഇതൊന്നും പൊട്ടാത്ത ബലൂൺ എനിക്ക്. അതിന് കഴിവ് വേണം, കഴിവ്. എനിക്ക് പെരുക്കാനേ അറിയാം, അവള് പൊട്ടിക്കാൻ അറിയില്ല. എനിക്ക് വയ്യ. അതെന്തൊരു കയ്യെ ചമക്കി. അല്ലല്ല, താനെ പൊട്ടിയതാണത്. ഞാനാണ് കൊറേ ബലൂൺ പൊട്ടിച്ച. ഇത് പൊട്ടേരി. അപ്പൊ ഞാൻ ജയിച്ചു. എത്ര പൊട്ടിച്ച്? ഞാൻ 2 പൊട്ടിച്ച്. അപ്പൊ ഇവളൊന്നും പൊട്ടിച്ചില്ല. അപ്പൊ ഇനി 2 ബാക്കിയുണ്ട്. അപ്പൊ നീ 7 ബലൂൺ അല്ല 6 ബലൂൺ പൊട്ടിച്ചു. മൊത്തം 7 ബലൂൺ. 6 ബലൂൺ നീ പൊട്ടിച്ചാ? അല്ല 5 ഞാൻ 2 ആ അവളൊന്നും പൊട്ടിച്ചില്ല. ഇവള് പൊട്ടിച്ചില്ല. പൊട്ടിപ്പോയി. അപ്പൊ നമ്മുടെ വിജയ് ഇവിടെ നിൽക്കുകയാണ്. അപ്പോ 5 ബലൂൺ അല്ലേ? 6 ബലൂൺ 7 അല്ല, 1 എന്റെ കയ്യിലുണ്ട്. ഇത് പൊട്ടിയില്ലല്ലോ, 10 ഉണ്ടായിരുന്നുള്ളു. അവളൊന്നും 6 ബലൂൺ. അപ്പൊ 6 ബലൂൺ പൊട്ടിച്ച് വിജയായിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മുടെ ചലഞ്ചിന്റെ സംഭവം, നമ്മള് ഇതില് ഒരു ചീട്ട് എടുക്കണം. ഇതില് എന്താണ് വിജയ്ക്ക് കിട്ടുന്നതെന്നാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പോലെ പച്ചമുളകാണോ നാരങ്ങയാണോ എന്താണെന്ന് പറയാം. ഈത്തപ്പഴമാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോ അടുത്ത രണ്ടാമത്തത് എനിക്കാണ്. രണ്ടാമത്തെ ഞാനാണ്. അത് ഈത്തപ്പഴമാണെങ്കിൽ ഇവിടെ ഏത്തപ്പഴമാണ്. അടുത്ത് ചിലപ്പോ എന്തായിരിക്കും? പച്ചമുളകായിരിക്കും. എടുത്തോ. നാരങ്ങ അപ്പം ഗൈസ് നാരങ്ങയുടെ കുരു എടുത്ത് കളഞ്ഞു. അപ്പം ഗൈസ് ഞാൻ നാരങ്ങ കഴിക്കാൻ പോയത്. നാരങ്ങ വയ്ക്കൽ മത്സരമാണ് ഇവിടെ. സമ്മതിച്ചു ഗൈസ്. ഇത് എക്സ്പ്രഷൻ ഒന്നുമില്ല. ആ നാരങ്ങയുടെ തൊലിക്കാണെങ്കിൽ കേട്ടോ. അപ്പൊ ഇവരൊക്കെ ഒലിച്ചിറങ്ങി. അപ്പൊ ബലൂണൊക്കെ ഇതിലെല്ലാം പൊട്ടിയിരിപ്പുണ്ട്. അതുകൊണ്ട് അതും കൂടെ കഴിക്കണ്ട.
അപ്പൊ ഇനി ഒരു റൗണ്ടും കൂടെയാണ് ഉള്ളത്, മൂന്നാമത്തെ റൗണ്ട്. അപ്പോ മൂന്നാമത്തെ റൗണ്ടിലേക്ക് അപ്പൊ നമ്മള് മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ് ഗൈസ്. ഈ മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത്, നമ്മളിവിടെ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഈ വെള്ളം ഈ ഒരു ഗ്ലാസ്സിലേക്ക് നിറച്ച് വീത്തണം, പക്ഷെ തുളുമ്പാൻ പാടില്ല എന്നതാണ് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോ നമ്മള് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോ ആരംഭിക്കാം, ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലോട്ട് ആ ഒരു രീതിക്ക് നമ്മൾ തുടങ്ങുകയാണ്. തുടങ്ങിക്കോ. ഓക്കെ, ഇനി അടുത്ത ആള്. പണിപ്പാളിയല്ലോ എനിക്കിട്ട് പണി തരുന്നു. അടുത്താള് വിത്തിക്കോ, അടുത്താള് വിത്തിക്കോ. എനിക്ക് പേടിയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളം കളയാതെ വീത്തുക. അങ്ങനെ പറഞ്ഞ പേടിപ്പിക്കല്. വീത്തട്ടെ വീത്തട്ടെ, മക്കളെ വീത്തിക്കോ വീത്തിക്കോ. കളഞ്ഞില്ല, കളഞ്ഞില്ല. ഇല്ല 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 ഇല്ല, വീണില്ല വീണില്ല, വെളിയിൽ പോയില്ല. വെള്ളം വീത്തണം കേട്ടോ, വെള്ളം വീത്തിയാലേ പോയില്ലേ പോയിന്ന് തോന്നണം. ഇല്ല 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 ഇല്ല, ഇതുവരെയും പോയില്ല. വീത്ത് വീത്ത് പോയി. ഇല്ല ഇല്ല, വീത്തിയില്ല, വീണില്ല വീണില്ല. ഇനി അടുത്ത് നിനക്കായിരിക്കും. വീഴ്ത്തട്ടെ, വെള്ളം വീഴട്ടെ. തോറ്റും മൂന്നിനും കള്ളക്കളിയാണ് നീ കളിക്കുന്നത്. പക്ഷെ എന്റെ തറയില് തറയില് എന്തായാലും അടുത്ത് ഞാൻ വീത്താൻ പോവുകയാണ്. ഞാൻ മിക്കവാറും ഇതോടുകൂടി കയറി പോവും. ഊതി അതിന്ന് ഊതി കളയരുത്. പോവാത്താണ് ഞാൻ വീട്ടിൽ പോയത്. പോയില്ല പോയില്ല, നീ തിരിച്ചു കഴിഞ്ഞാ ഇപ്പൊ പോവും. ഒരാള് തോക്കണമല്ലോ. ഒരുപാട് മേശല് വീത്തല്ല കേട്ടോ, ക്ലീൻ ചെയ്ത് ഉപ്പാട് വരും, അതുകൊണ്ടാണ്. വീട്ടെ വീട്ടെ വീട്ടെ, റെഡി. പോയി. എവിടെ പോയത്? എവിടെ പോയില്ല. തറയിലെടുത്തുള്ളി വീണിട്ടില്ല, മേശയില്. എവിടെയാണിത് പോണത്? ഇത് എവിടെയാണിത് പോണത്? ഇപ്പൊ കാണാം, ഇപ്പൊ കാണാം. അനക്കാതിരുന്നാണത്. വേട്ടെ വേട്ടെ, സമയം പോണ സമയം പോണ. പെട്ടെന്ന് വീഴ്ത്താത്ത വരെ ഔട്ടാക്കി കളയും, ഔട്ടാക്കി കളയും. അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്, പിന്നെ സമയമില്ല. പോയില്ല. ഇനി ഉമ്മായാണ് വീഴുണ്ടോ? ഇതിപ്പം അയ്യോ പോയില്ലേ? ഇല്ല ഇല്ല,
പൊങ്ങി പൊങ്ങി വന്ന സമയത്ത് പോയി പോയി. ഇല്ല. എവിടെ? ഇതുവരെ അവിടെ തറയിലടുത്തുള്ള വെള്ളം വീണിട്ടില്ല. ഇതെന്താണ്? മാജിക് ഗ്ലാസ്. മാജിക് ഗ്ലാസ് ആണ് ഗൈസ്. ഇത് കണ്ടോ? ഇത് നിറഞ്ഞ് ചിതുമ്പി ഇരിക്കുകയാണ്. ഞാൻ തോറ്റുമ്പ. ഇല്ല, ഇനി വീട്ടിയാലും പോവൂല. വീട്ടിക്കോ വീട്ടിക്കോ ഒത്തിക്കോ ഒത്തിക്കോ മാറ്റ് മാറ്റ്. ഒത്തിക്കോ ഒത്തിക്കോ. ഞാൻ പോണേ കേട്ടാ. ഇച്ചിരി കുടിച്ചിട്ട് കിട്ടാമോ? അങ്ങനെ ഇപ്പൊ വേണ്ട, സൂഹിക്കണ്ട. ഒത്തിക്കോ 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 ഒത്തിക്കോ. ചിരിപ്പിക്കാൻ പാടുമ്പോ ഔട്ടാക്കും. ആദ്യമായിട്ട് വെള്ളം തുളുമ്പി തോറ്റ വിജയിയെ കണ്ടിരിക്കുകയാണ്. ഇനി ആരാണ് വീത്തുന്നത്? ഇനി അടുത്ത സെക്കൻഡ് റൗണ്ട്. അപ്പൊ ഇനി തേർഡിനും പ്രൈസ് ഒക്കെ തരണം കേട്ടാ. ഇനി നമ്മൾ രണ്ടും കൂടെ ഉള്ള മത്സരമാണ്. ഈ ഗ്ലാസ് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ഗ്ലാസ് എടുക്കാം. അപ്പൊ ഗൈസ് ഇപ്പൊ വരാമേ. ഇപ്പൊ ഒരു ഷോർട്ട് ബ്രേക്ക് കേട്ടാ. അപ്പൊ നമ്മള് അവിടെ കഴിയത്തല്ലേ. അപ്പോ നമ്മുടെ വിജയിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രണ്ടാമത്തെ റൗണ്ടാണ് ഈ നമ്മള് ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കുന്ന രണ്ടാമത്തെ റൗണ്ടാണ് ഇവിടെ നിറക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒന്നുകൂടി തുറന്നു തരും. നിറച്ചോ. എത്തിക്കോളൂ. ഒത്തിക്കോ ഒത്തിക്കോ. ചിരിപ്പിക്കാനാണ്. ചിരിച്ചുകൊണ്ട് വീത്തിയാൽ നിറച്ച് വീത്താൻ പറ്റും. ഓ കിണ്ണം. ഇതിന് ഞാൻ എവിടെ വീത്തും? ഓ പോയില്ല പോയില്ല. പോയില്ലേ? പോയില്ല പോയില്ല. നോക്കണ്ട. എന്ത് തോനങ്ങ് വീത്ത്. പിന്നെ എനിക്ക് വീത്താൻ പറ്റില്ല. ഞാനാണ് കാക്കാക്ക് വേണ്ടത്. ഉമ്മയാണ് ഉമ്മയാണ് ഞാനാണ് ജയിക്കാനുള്ള. വീത്ത് 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 വീത്ത്. കാക്ക ഒളിച്ചു തന്നോ? വീത്തടേ. വീത്ത് വീത്തയില് സമയം പോവും. ഞാൻ എണ്ണാൻ പോവേണ കേട്ടാ. ഓ അതാണ് നിങ്ങളിത് കാണുക. ഓ ഒറ്റ തുള്ളി അമ്മ തോക്കായിരിക്കും മിക്കവാറും. വീട്ട് 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 വീണില്ല. വെളിപ്പോയില്ലേ? ഇല്ല ഇല്ല. അമ്മ കൊറേ അങ്ങ് വീട്ടുമ്പോ വീടില്ല വീടില്ല വീട്ട് വീട്ട് പോയി. ഇല്ല 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 ഇല്ല. എവിടെ പോയി? എവിടാ? മേശയിൽ വീണില്ലല്ലോ. ടേബിളിൽ ഒരു തുള്ളിയെങ്കിലും വീഴണം. എന്നാലേ നമ്മള് അത് കണ്ട് അംഗീകരിക്കത്തുള്ളൂ. നോക്കൂ നോക്കൂ ചേച്ചി ചേച്ചി ഒഴിക്കൂ. ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. ചിരിച്ചോണ്ട് വീത്തിക്കോ. വാട്ടർഫോൾ. ഞാൻ വിജയിച്ചു. അപ്പൊ വിജയിക്കുള്ളത് എന്തൊക്കെയാണ്? പച്ചവളല്ല, എനിക്ക് ചീട്ടിട്ട് ഇത്തിരി തന്നാ മതി. ഓ ഒരു ഉമ്മാക്ക് തരാൻ ആഗ്രഹിക്കുന്നത് കണ്ടു ഗൈസ്.
എനിക്ക് വേണ്ട ഏത്തപ്പഴം. ഒന്നുകൂടെ എടുക്കാനുള്ള അവസരം തരും. ഇല്ല അത് കഴിക്കുക. അല്ല ഒന്നുകൂടെ എടുക്കാനുള്ള അവസരം. അതിലും ബലൂൺ കിടക്കണം. തണ്ണിമത്തനാണേ. യെസ്, താങ്ക് യു. നിനക്ക് പച്ചവളവ് അങ്ങനെയൊന്നുമില്ല. അല്ല അവക്ക് സെക്കൻഡ് വിജയ്ക്ക് അടുത്ത് കൊടുക്കണം. പച്ചവളവ് തേടുണ്ടേ. അയ്യോ, ഇത് ചുരുട്ടിട്ടേക്കുന്നത് നമ്മള് മടക്കിയാണ് കൊടുക്കാനുള്ളത്. അല്ല, ചീട്ടിട്ടിട്ട് വിജയ് ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാം. കമോൺ മാൻ, അങ്ങോട്ട് തുറന്ന് നോക്ക്. തുറക്കടേ. ഞാൻ ചീട്ട് അതേപോലെ ഇടും. പച്ചമുളക്. പച്ചമുളക്. അല്ല, നേരത്തെ രണ്ടെണ്ണം കഴിച്ചിട്ട് ബ്രേക്ക് സമയത്ത് ഇവിടെ മത്സരമായിരുന്നു. അനകൃതമാണ് കാണിക്കുന്നു. എന്താണ് അനകൃതം? ഇങ്ങോട്ട് ഈത്തപ്പഴം ഈത്തപ്പഴന്റെ തീർന്നത്. പച്ചമുളക് ഒന്നി പഴച്ചാ 3, ഇനി എടുക്കാൻ സമ്മതിക്കൂല. തണ്ണിമത്തൻ ജ്യൂസ്. എപ്പോഴും നല്ല പ്രൈസേ വരാറുള്ളൂ. അയ്യോ, നിനക്ക് ഇതൊക്കെയാ. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ ഒരു ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമന്റ് ഇടുക. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ ഈ ഒരു ഇന്നത്തെ ചലഞ്ച് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോകള് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത് നമ്മൾ എന്താണ് ചലഞ്ച് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഒരു കമന്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചലഞ്ചുമായി വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ.